മുഖത്തെ രോമം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. അപ്പം വീണ്ടും നമുക്ക് കോമൺ ആയിട്ട് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജാണ്, ചേച്ചി നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരണേന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വാക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ അപ്പർ ലിപ്സും ഐബ്രോസൊക്കെ എടുക്കുന്നതിൻ്റെയും നമ്മുടെ കയ്യിലെയും കാലിലെ രോമമൊക്കെ എടുക്കുന്ന വാക്സിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് അത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് പേടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഹോം റെമഡി, അല്ലാണ്ട് ഇങ്ങനെ വേദനയൊന്നും എടുക്കാണ്ടുള്ള രീതിയിലുള്ളൊരു ഹോം റെമഡി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ വന്നിട്ട് ഗിവ് അവേ. അപ്പോൾ നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പോൾ ഗിവ് അവേ കൊടുക്കാതെ അടിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് 20K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് 20.5K ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇത്രയും പേരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ മേ ബി എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഐഡിയ അറിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്ര എത്തി നിൽക്കുന്നത്. സോ അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഭയങ്കര വലിയ ഗിവ് അവേ ഒന്നുമല്ല, ചെറിയ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ ഗിവ് അവേ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി അവിടെ പോപ്പ് പോലെ കൊടുത്തേക്കാം, ജസ്റ്റ് അതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കും. ഇതുവരെ ഗിവ് അവയുടെ വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇടുമ്പോൾ ഞാൻ ജസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആട്ടോ അല്ലെങ്കിൽ ഷോർട്സിലോ അല്ലെങ്കിൽ ഇതേ കണക്ക് ലോങ് വീഡിയോയിലോ ജസ്റ്റ് ഒന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് വെക്കും. ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. 180% ഗേൾസും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ഫേസിൽ ഇതേ കണക്ക് വരുന്ന ബേബി ഹെയർസ്. നമ്മുടെ താടിക്കും മീശയുടെ മുകളിലൊക്കെ വരുന്ന ബേബി ഹെയർസ്, അത് പോക്കാനുള്ളൊരു അടിപൊളി ഹോം റെമഡി ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് കടലമാവാണ്. മാക്സിമം നിങ്ങൾ കടലമാവ് തന്നെ എടുക്കാൻ നോക്കണം. അല്ലാണ്ടുള്ള സാധനങ്ങളെടുത്ത് നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല. ലൈക്ക് പയറുപൊടി അരിപ്പൊടി എന്നും എടുത്ത് നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ നമുക്ക് അടുത്ത വേണ്ടുന്നത് മഞ്ഞപ്പൊടിയാണ്. അപ്പോൾ കുറേ പേര് കുറേ ഡൗട്ട് ചോദിച്ചായിരുന്നു, ചേച്ചി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടി നമുക്ക് യൂസ് ചെയ്യാമോ, അത് വീട്ടിൽ തന്നെ പൊടിച്ച് തന്നെ മഞ്ഞപ്പൊടി തന്നെ വേണമെന്ന്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാരണം കോമൺ ആയിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഏത് മഞ്ഞപ്പൊടിയാണ് എടുക്കേണ്ടതെന്ന്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു മേ ബി സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആവാത്തതായിരിക്കും. അത് എന്തായാലും ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. പിന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ്. കാച്ചാത്ത പാൽ ആഡ് ചെയ്ത് കൊടുക്കണം, മീൻസ് നമ്മുടെ പച്ചപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര തിക്കുമായിപ്പോലെ ഭയങ്കര തിന്നുമായിപ്പോലെ നമ്മുടെ പാക്ക് വന്നിട്ട് ഒരു മീഡിയം ടൈപ്പ് നിൽക്കണം. ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് പാക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അത് ഡ്രൈ ആവുകയും നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുകയും ചെയ്തോളാം. അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിൽ നമുക്ക് നിന്നാൽ മതി. ചിലപ്പം മീൻസ് ഭയങ്കര പാൽ കൂടിക്കഴിഞ്ഞാൽ നമുക്കിന് ഒലിച്ചൊലിച്ച് പോകും. അപ്പോൾ നമുക്ക് അത്രയും തിക്കായിട്ട് കിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാക്സ് അപ്ലൈ ചെയ്ത സമയത്ത് ഇനി എത്ര തിക്കായിട്ടുള്ള ഹെയർ ആണെങ്കിലും എത്ര തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിലും ഒരു ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആ ഹെയർ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതേ കണക്ക് നമ്മുടെ ഈ ഒരു പാക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ ഉറപ്പാടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് നല്ലോണം ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കും. നമ്മുടെ വാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്ത് കുറച്ചാൾ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഹെയർസ് കുഞ്ഞായിട്ട് വരും. എന്തായാലും നമ്മുടെ ബേബി ഹെയർസ് വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു ഹെയർ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ബേബി ഹെയർസ് വന്നുകൊണ്ടിരുന്നതൊക്കെ നല്ലോണം പോക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. പിന്നെ കുഞ്ഞു ഹെയർ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്ക് ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഒന്നും എടുത്തു പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്മുടെ വാക്സിൻ്റെ വീഡിയോയും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ അടുത്ത വന്ന ഡൗട്ട്, ഏത് മഞ്ഞപ്പൊടി യൂസ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ ബെറ്റർ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഓരോ ബ്രാൻഡ്സിൻ്റെ മഞ്ഞപ്പൊടിയൊക്കെ ഇല്ലേ, അപ്പോൾ അതിനകത്ത് എക്സ്ട്രാ അവർ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മുഖത്തത് എരിവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നല്ലതുമല്ല. ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ മഞ്ഞപ്പൊടി പൊടിച്ചെടുക്കുക ഇല്ല, അതൊന്നും ഇല്ല. ഇനി കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടി മാത്രമേ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അങ്ങാടിക്കടയിലൊക്കെ പോയി ചോദിച്ചാൽ, അങ്ങാടിക്കടയിൽ അല്ലാണ്ട് ഫാൻസി സ്റ്റോറിലൊക്കെ പോയി ചോദിച്ചാൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മഞ്ഞപ്പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അല്ലാണ്ട് നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മീൻസ് ഓരോ ബ്രാൻഡ്സിൻ്റെ മഞ്ഞപ്പൊടി. നമ്മുടെ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോൾ ഇതേ കണക്ക് നമുക്ക് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടും. മീൻസ് ഭയങ്കര ഡ്രൈ ആയില്ല, കുറച്ച് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേ കണക്ക് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് വെള്ളം എടുക്കാൻ നിൽക്കേണ്ട, കുറച്ച് വെള്ളം മതി കേട്ടോ. അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞു ബേബി ഹെയർസ് ഉള്ളവർക്കൊക്കെ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാനൊക്കെ ഒരുപാട് സഹായിക്കും. ആ ബേബി ഹെയർസ് ഇങ്ങനെ ഫേസിൽ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ് പോകാനും ഒരുപാട് സഹായിക്കുന്നതാണ് ഈ ഒരു മസാജിങ് മെത്തേഡ്. പിന്നെ ഭയങ്കര ഹെയർസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴും ഉറപ്പായിട്ട് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. നിങ്ങളിത് വീക്ക്ലി 2 or 3 ടൈംസ് മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാതെ എല്ലാ ഡേയ്സും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. 2 or 3 ഡേയ്സ് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 7 ടൈംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഹെയർ ഗ്രോത്ത് കംപ്ലീറ്റ്ലി പോകാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്കിവിടെ കുഞ്ഞു ബേബി ഹെയർസേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം ആ ബേബി ഹെയർസ് പോയിട്ടുണ്ട്. ഇങ്ങനെ മസാജ് കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും.
അപ്പോൾ ഞാനത് റിമൂവ് ചെയ്ത് കൊടുക്കുന്നു. നെറ്റി ഭാഗത്തും എല്ലാം റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോർമൽ വാട്ടറിൽ നമുക്കത് വാഷ് ചെയ്ത് കളയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതിനകത്ത് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴും പറയുന്നതിനോട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൊടുത്ത് നമ്മുടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും, എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മുടെ ഒരു പാക്ക് വന്നിട്ട് ഫേഷ്യൽ ഹെയർസ് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ലോണം ഗ്ലോ ആവാനൊക്കെ സഹായിക്കും. ഇനിയിപ്പം അല്ലാണ്ട് തന്നെ നമ്മുടെ ഫേസിലെ സൺടാന്, നമ്മുടെ പോർസൊക്കെ മിനിമൈസ് ചെയ്യാനും നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ് വന്നതിന് ശേഷമുള്ള മാർക്സൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു പാക്കാണിത് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്ന്, വാക്സ് വേണോ അത് ഈ പാക്ക് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഒട്ടും വേദന ഒന്നും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു പാക്ക് ചൂസ് ചെയ്യും. അല്ലെങ്കിൽ നാളെ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, ഇന്ന് ഫേസിൽ നല്ല ബേബി ഹെയർസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ആ വാക്സിൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഡിയർ, ടാറ്റാ. ആരും നമ്മുടെ ഗീവ് അവേയുടെ കാര്യം മറക്കണ്ട കേട്ടോ.